അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിൻ്റെ ആദ്യ പകുതി പിന്നിടുകയാണ്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട സമയത്ത് ചോദിക്കാനുള്ളത്, ഇപ്പോഴും പുതിയ പുതിയ സ്നാക്സും റെസിപ്പിയും അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടപ്പാച്ചിലാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് നിൽക്കാൻ സമയമായിട്ടുണ്ട്. നമ്മളിലേക്ക് നോക്കാനും നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റെസിപ്പി ഒക്കെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിങ്ങനെ കുറേ എണ്ണം നോക്കാൻ തന്നെ നമുക്ക് ഒരുപാട് സമയച്ചെലവുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്ത് ഒരു സാധനം ഉണ്ടാക്കുമ്പോഴേക്കും അതിനും വേണം നമുക്ക് കുറേ സമയം. ഇതിന് മാത്രം സമയം ചിലവഴിക്കാൻ നമ്മളടുത്ത് സമയമില്ല എന്നുള്ളത് നമ്മൾ എന്താക്കുക, ആദ്യം മനസ്സിലാക്കുക. ഈ പൈസ ചിലവിനേക്കാളും നമ്മളേറെ ബുദ്ധിമുട്ടിക്കുന്ന, നമുക്കേറെ കുറ്റബോധം ഉണ്ടാക്കുന്ന, റിഗ്രറ്റ് വരുന്ന ഒരു സാധനമാണ് ഇത്. നമ്മുടെ സമയത്തെ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ചിലവാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഉള്ള നമുക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പിന്നാലെ കൂടുന്ന ആൾ, അത് ഏത് ടോപ്പിക്കിലാവട്ടെ, അങ്ങനെയുള്ള ആളുകളാണ് എങ്കിൽ അതിൻ്റെ അൽഗോരിതം ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമ്മളെന്താണോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ആ സാധനങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ അൽഗോരിതമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. നമുക്ക് ഉപകാരമുള്ള, നമ്മുടെ പരലോക ജീവിതത്തിന് ഗുണപ്രദമാവുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മളതിനെ മാറ്റുക. അതായത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതൊന്നെങ്കിൽ നമ്മുടെ നെറ്റ് ഓഫ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇത് തന്നെ ലോഗ് ഔട്ട് ചെയ്തിട്ടോ ഏതെങ്കിലും രീതിയിൽ നമ്മളതിനെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നേ ഇല്ല എന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ നമ്മൾ എന്താക്കുക, അതിൻ്റെ അൽഗോരിതം നമുക്ക് അനുസൃതമായ രീതിയിൽ, അതായത് എൻ്റെ നിയന്ത്രണത്തിൽ അത് ആവുന്ന രീതിയിലേക്ക് നമ്മളതിനെ സെറ്റ് ചെയ്ത് വെക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് സ്വയം വിചാരണയുടെ ദിവസങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ അങ്ങ് ചിലവഴിക്കാൻ മാത്രമുള്ള സമയമൊന്നും നമ്മളടുത്തില്ല. നമുക്ക് വളരെ പിശുക്ക് ചിലവാക്കാൻ മാത്രമേ നമ്മളടുത്ത് എന്തുള്ളൂ, സമയമുള്ളൂ. അപ്പോൾ നമ്മളിനി സ്വയം വിചാരണ, അതായത് എഹ്തിസാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജേർണലിങ് പറയാറില്ലേ, അല്ലെങ്കിൽ പണ്ട് നമ്മളെ ഡയറിയൊക്കെ എഴുതൂലേ, നമ്മളൊരു ദിവസത്തെ കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തതെന്നൊക്കെ നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ പലരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം കൂടുതലും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ സംഗതി തന്നെയാണ് എഹ്തിസാബ് എന്നുള്ളത്. എഹ്തിസാബ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അവനിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്. അതായത് ഒരു ദിവസം അവൻ എന്തൊക്കെ ചെയ്തു, ഇന്ന കാര്യങ്ങളൊക്കെ നിയത്ത് വെച്ചിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്താ ചെയ്യാൻ പറ്റാതിരുന്നത്? ഇനി ചെയ്ത കാര്യങ്ങൾ തന്നെ അത് ഏത് നിയ്യത്തിലായിരുന്നു, ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, ഞാനത് കൊടുക്കുമ്പോൾ, ഞാനിത് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത്? ഈ പറഞ്ഞ സംഗതികളാണ് എഹ്തിസാബ് എന്ന് പറയുന്നത്. അങ്ങനെ എഹ്തിസാബിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്താവും, നമ്മുടെ കർമ്മങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരും. അതായത് നമ്മുടെ സൽക്കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നോമ്പെന്നെ നോക്കിയാട്ടെ, നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്, റമദാൻ മാസം ആയപ്പോൾ നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്. സാധാരണ കവിഞ്ഞതിൽ കൂടുതൽ നമ്മൾ എന്താക്കുന്നുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ നമസ്കരിക്കുന്നു. ഇപ്പോൾ തറാവീഹിന് വേണ്ടി നമ്മൾ ഓടുന്നുണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ഇനി കുറേ ആളുകൾക്ക് ഇഫ്താർ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ലാതെ നോമ്പെടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭക്ഷണമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ പിന്നെ സക്കാത്ത്, സ്വതക്ക, ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അതായത് ഒരുപാട് കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് സൽക്കർമ്മങ്ങൾ തന്നെയാണോ എന്ന ഒരു വിലയിരുത്തൽ, എന്ന ഒരു കണക്കെടുപ്പ്, ഈ കണക്കെടുപ്പാണ് എഹ്തിസാബ് എന്ന് പറയുന്നത്. അങ്ങനെ കണക്കെടുക്കുമ്പോഴാണ് നമുക്ക് നന്മയിൽ മുന്നേറാൻ പറ്റുന്നത്. മാത്രമല്ല, നമ്മളെടുത്തുനിന്ന് തിന്മകൾ, തെറ്റുകൾ, കുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മളെടുത്തുനിന്ന് ഇല്ലാതാക്കാനും നമുക്ക് പറ്റുന്നത് അപ്പോഴാണ്. അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞാൽ പിശാചിൻ നമ്മളിങ്ങനെ പിടിമുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ. നമ്മളെ ഇടത്തും വലത്തും മുമ്പിലും ബാക്കിലും എന്ന് പറഞ്ഞ പോലെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടാവും. നമ്മൾ നന്നാവണമെന്ന് വിചാരിച്ചോ, അപ്പം വരും അല്ലേ? അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പ്രലോഭനങ്ങളെ, പിശാചിൻ്റെ പ്രലോഭനങ്ങളെ നമുക്ക് തടുക്കാൻ പറ്റുന്ന, അതിൽ നിന്ന് നമ്മുടെ കർമ്മങ്ങളെ കാത്തുരക്ഷിക്കാൻ പറ്റുന്ന ഒരു ഗുണമാണ് ഇത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എഹ്തിസാബ്, അതായത് സ്വയം വിചാരണ, ജേർണലിംഗ് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊരു തോന്നലുണ്ടാവില്ല. എപ്പോഴായി ഞാൻ ഭയങ്കര സംഭവമാണ് നമുക്ക് തോന്നുക? ഞാൻ കുറേ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ, ഞാൻ കുറേ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ പിന്നെ ഇന്നത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട് എന്നത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളങ്ങ് മറന്നു പോകും.
ഇതിൻ്റെ നിയ്യത്ത് എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മളങ്ങ് മറന്നു പോകും. ആ മറന്നു പോകുമ്പോഴാണ് നമ്മളടുത്ത് നിന്ന് നമ്മൾ ഭയങ്കര സംഭവമാണ് എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്ർ 18-ാമത്തെ ആയത്തിൽ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ദൈവഭക്തരാവുക. നാളേക്കു വേണ്ടി താൻ തയ്യാറാക്കിയത് എന്തെന്ന് ഓരോ മനുഷ്യനും ആലോചിക്കട്ടെ. അള്ളാഹുവോട് ഭക്തിയുള്ളവരാവുക. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അള്ളാഹു. ഇവിടെ നമ്മളോട് പറയുന്നത്, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോ മനുഷ്യനും ആലോചിക്കട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ, നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യും അല്ലേ, ലിസ്റ്റ് ഇടും. നമ്മൾ ഇന്ന കാര്യങ്ങളെടുക്കും. അത് ഇരിക്കുമ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ നമ്മുടെ തലയിൽ ഇതായിരിക്കും അല്ലേ. അയ്യോ അതെടുത്ത് വെച്ചിട്ടില്ല, അയ്യോ ഇതെടുത്ത് വെച്ചിട്ടില്ല, അയ്യോ ഇന്ന കാര്യം ചെയ്തിട്ടില്ല, അയ്യോ ഇന്ന ഭാഗം ക്ലീൻ ആക്കിയിട്ടില്ല, അല്ലോ ഇന്നത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു, അയ്യോ ഇന്നത് വാങ്ങാനുണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കൂലേ. എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്യാൻ തുടങ്ങും. 2 ദിവസം 3 ദിവസം മുമ്പൊക്കെ നമ്മളിതിങ്ങനെ ഓരോന്ന് പാക്ക് ചെയ്ത് ഒരുക്കി വെക്കാൻ തുടങ്ങും. അപ്പോൾ ഈ സാധനമാണ് പഠിച്ചു നമ്മളോട് പറയുന്നത്, നാളേക്ക് വേണ്ടി താൻ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നോക്കിക്കൊള്ളട്ടെ. ഇപ്പം നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ശരിക്കും എങ്ങോട്ടാണ്? അള്ളാഹുവിലോട്ടാണ്, പരലോകമാണല്ലേ. മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്, അതാണ് നമ്മുടെ യഥാർത്ഥ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ആ യാത്രയിലേക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കൊണ്ടുപോകുന്നത്, ഞാൻ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്, ഞാൻ എന്താണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നതാണ് ഏത് ഇഹ്തിസാബ് എന്ന് പറയുന്നത്. നമ്മുടെ സ്വയം വിചാരണയിലൂടെ നമുക്ക് സാധ്യമാവുന്നത്. ഞാൻ എന്താണ്, അതായത് എൻ്റെ സൽക്കർമ്മങ്ങളാണ് ഞാൻ കൊണ്ടുപോകേണ്ടത്. ഈ സൽക്കർമ്മങ്ങൾ, എൻ്റെ ഇബാദത്തുകളും എൻ്റെ അമൽ സ്വാലിഹാത്തുകളും ഇതൊക്കെ എത്രത്തോളം എനിക്ക് ഗുണകരമായ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ ഒരു കണക്കെടുപ്പ് നമ്മളെന്താണ് ഇവിടുന്ന് തന്നെ നടത്തുന്നതാണ് ഇഹ്തിസാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇബാദത്തുകൾ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് എടുത്താൽ പോരാ, പിന്നെയോ അതിന് നമുക്ക് അതിൻ്റെ വിലയും മൂല്യവും ഒക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ എന്താക്കണം, നിശ്ചയിക്കേണ്ടതുണ്ട്. അതെത്രത്തോളം നല്ല നീയത്തിലാണ് ചെയ്തത്, ഇനി അതിനേക്കാളും കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഞാൻ ഇന്ന് തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റയ്യോ അത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, അപ്പോൾ പശ്ചാത്തപിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ സംഗതികളൊക്കെ നമ്മൾ എന്താക്കണം, നമ്മൾ മരണത്തിന് മുമ്പേ തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മളൊരു കണക്കെടുപ്പും അതിൻ്റെ വിലയും മൂല്യമൊക്കെ നമ്മൾ നടത്തേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്. സ്വയം വിചാരണ നടത്തുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. തൻ്റെ ഇഷ്ടത്തിന് പിന്നാലെ കൂടുകയും എന്നിട്ട് അള്ളാഹുവിൽ ആശയർപ്പിക്കുക, അതായത് വ്യാമോഹം ഉണ്ടായിട്ട് ജീവിക്കുക, വ്യാമോഹത്തോടു കൂടി ജീവിക്കുക, എന്നിട്ട് അള്ളാഹുവിൽ ആശയർപ്പിക്കുകയും ചെയ്യുന്നവൻ അബലനാകുന്നു, അതായത് ആജിസാകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കർമ്മങ്ങൾ എന്താണ്, ഇങ്ങനെ എന്തിനെങ്കിലും വേണ്ടി ആർക്കോ വേണ്ടി യാതൊരു തരത്തിലുള്ള നിയ്യത്തും ഇല്ലാതെ ഒരു നിശ്ചയമില്ലാതെ ചെയ്യുന്നതായിരിക്കില്ല. അയാൾക്ക് വ്യക്തമായ ഉറപ്പുണ്ടായിരിക്കും, എന്ത്, ഇതെനിക്ക് പരലോക ജീവിതത്തിൽ എനിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നതാവണം, അല്ലെങ്കിൽ എനിക്ക് അനുകൂലമായിരിക്കുന്ന രീതിയിലായിരിക്കണം, എനിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം എൻ്റെ കർമ്മങ്ങൾ എന്ന ബോധ്യം ആർക്കുണ്ടാവും? ഒരു ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. എന്നാൽ ഒരു അബലനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആജിസിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെയായിരിക്കും, ഇഷ്ടംപോലെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ യാതൊരു വിധത്തിലുള്ള ലക്ഷ്യബോധം ഉണ്ടാവില്ല, നിയ്യത്തുണ്ടാവില്ല. എന്നിട്ടോ ഇപ്പുറത്തെന്താണ്, തൻ്റെ ഇഷ്ടമുള്ള പോലത്തെ വേറെയും കുറേ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും. അവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് യാതൊരു രീതിയിലുള്ള ഒരു വാല്യൂ കൽപ്പിക്കുന്നുണ്ടാവില്ല. പക്ഷേ എന്നിട്ട് എന്താണ് ആഗ്രഹിക്കുക, എനിക്ക് അള്ളാഹു സ്വർഗം തരും, എന്നോട് അള്ളാഹു കരുണ കാണിക്കും എന്ന ഭാവമായിരിക്കും, ഞാൻ തീർച്ചയായും സ്വർഗത്തിൽ പോകും എന്ന ഭാവമായിരിക്കും ഉണ്ടാവുക. നമ്മളിലേക്കൊന്ന് നോക്കിയാട്ടെ, നമ്മൾ ഇഷ്ടംപോലെ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, ഇഷ്ടംപോലെ ഖുർആൻ ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്.
അല്ലേ? ഇപ്പം അത് കൂടിയില്ലേ, നമ്മുടെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടിയില്ലേ? നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും അതിനുള്ള സൗകര്യങ്ങളാണ്. അത് കൂടാതെ നമുക്ക് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ഇതുപോലത്തെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് ഏകദേശം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അറിയാം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ മാറണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയൊക്കെ ഏകദേശം ആളുകൾക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മൾ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിന്നാലെ കൂടിയിട്ട് നമുക്ക് മാറ്റങ്ങളൊന്നും വരുന്നില്ല. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, സ്വഭാവത്തിൽ മാറ്റമില്ല, ദേഷ്യം പിടിക്കുന്നതിൽ മാറ്റമില്ല, ആളുകളെ പുച്ഛിക്കുന്നതിൽ മാറ്റമില്ല, ആളുകളെ വിലയിരുത്തുന്നതിൽ മാറ്റമില്ല, ആളുകളോട് എപ്പോഴും എന്താണ്, ഒരുതരം പുച്ഛ സ്വഭാവമാണ്. ഇങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളാണ് ഉള്ളതെങ്കിൽ ഇനി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോട് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്, വലിയ ഒരു ചിട്ടയും കാര്യങ്ങളും അച്ചടക്കമൊന്നും നമ്മൾ കാണിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ ഇഹ്തിസാബിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ടാണ്. അതായത് നമ്മളിതിങ്ങനെ പഠിച്ചിങ്ങനെ പോകുന്നതേ ഉള്ളൂ, നമ്മൾ എന്താക്കുന്നില്ല, നമ്മുടെ ഒരു ആത്മവിചാരണ നടത്തുന്നില്ല. ദിവസവും നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ പഠിച്ചതിനനുസരിച്ചിട്ട് നമ്മുടെ കർമ്മങ്ങളെ വിലയിരുത്തണ്ടേ? ഇന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കർമ്മങ്ങളിൽ ഉണ്ടാവണം എന്ന് നമ്മൾ ഒരു ഭാഗത്ത് പഠിക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെ വിലയിരുത്തണം. നമ്മുടെ കർമ്മങ്ങളെ വിലയിരുത്തുമ്പോഴാണ് നമുക്കെന്ത് സാധിക്കുന്നത്, നമുക്ക് നമ്മളെ തന്നെ മാറ്റാനും നമ്മളെന്താണോ പഠിച്ചത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും സാധിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അതാണല്ലോ പറഞ്ഞത്, ഹസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. അതായത് നിങ്ങളെ സ്വയം വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക, അന്ത്യനാളിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാറ്റം തന്നെ അങ്ങനെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ച ആളുകൾക്കത് മനസ്സിലാവും. അതായത് അദ്ദേഹത്തെ നിരന്തരം ഇഹ്തിസാബിനെ വിധേയനാക്കിയപ്പോഴാണ് അദ്ദേഹം എന്തായത്, നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയധികം സ്വാധീനം ചെലുത്തുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ഭരണം ഏറ്റെടുത്ത സമയത്തൊക്കെ എന്താണ്, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കാലിൽ എന്താണ് ചാട്ടവാർ അടിച്ചുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത് നമുക്ക് ചരിത്രങ്ങളിലൂടെ വായിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കർമ്മം ചെയ്യാൻ വിചാരിക്കുമ്പം തന്നെ എന്താണ്, അവനതിനെപ്പറ്റി ആലോചിക്കും. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അവർക്ക് ആ കർമ്മത്തിൽ നിന്ന്, അതായത് ഒരു തെറ്റാണ് എങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കും, നന്മയാണെങ്കിലോ അതിന് വേഗത കൂട്ടാനും സാധിക്കും. എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, എന്നിട്ടെന്താണ്, അത് ചെയ്ത് ആകർഷിക്കപ്പെട്ട് അതിൽ ചെയ്തു പോവുകയും ചെയ്തു. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പം അതിനെപ്പറ്റി വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വിചാരണ നടത്തുമ്പോഴാണ്, അയ്യോ ഇത് തെറ്റാണല്ലോ, ഞാനിത് ചെയ്യരുതായിരുന്നല്ലോ, എൻ്റെ അടുത്ത് സംഭവിച്ചു പോയല്ലോ, ഇനി ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന പശ്ചാത്താപം വരുന്നത്. അതാണ് എന്ത്, കർമ്മത്തിന് ശേഷമുള്ള ആത്മപരിശോധന എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഇതുപോലെ ആത്മപരിശോധന നടത്തുക എന്നുള്ളത് നമ്മളിൽ നിർബന്ധമാക്കണം. നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴേ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഈ മാറ്റങ്ങളാണ് നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അള്ളാഹുവിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പഠിച്ചവൻ നമുക്കറിയുന്നതാണ്, അവിടെ വിചാരണ നേരിടുന്നതിനെക്കുറിച്ച് നമുക്കറിയാം, നമ്മുടെ കർമ്മപുസ്തകം നമ്മുടെ കയ്യിൽ തരുന്നതിനെക്കുറിച്ചിട്ടറിയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, സഹിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് പരലോകത്തുള്ള വിചാരണ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു വിചാരണ നേരിടുന്നതിന് മുന്നേ നമ്മളെന്താക്കുക, ഓരോ ദിവസവും നമ്മുടെ കർമ്മങ്ങളെ വിലയിരുത്തുക. അപ്പോൾ പരിശുദ്ധ റമദാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇനിയിപ്പോൾ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ റമദാനിനെ നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നമ്മളിപ്പം അതിന് തുടക്കം കുറിക്കുക. ആ തുടക്കം കുറിച്ച് റമദാൻ കഴിയുന്നതോടുകൂടി നിർത്തുക എന്നുള്ളതല്ല, നമ്മളെന്താക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാറ്റി അതിനെ മാറ്റണം. അപ്പോഴാണ് നമ്മൾ പഠിക്കുന്നതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്താനൊക്കെ സാധിക്കുന്നത്. മറ്റേതെന്തായി പോകുന്നറിയോ, നമ്മളിപ്പുറത്തുനിന്ന് ഒരുപാട് പഠിക്കുന്നുണ്ട്, എന്നാലോ നമ്മുടെ ജീവിതമാണെങ്കിൽ വേറൊരു വഴിക്ക് അങ്ങ് പോകുന്ന തരത്തിലാവും അല്ലേ. ഇന്നലെ ഉള്ള ആൾ തന്നെ ആവരുത് ഇന്നും അല്ലേ. ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സുകളിലും പറയുന്നതാണ്, ഒരു 2 വർഷം മുന്നേ ഉള്ള സാലിമ തന്നെയാണ് ഈ വർഷമെങ്കിൽ ഞാനീ പറയുന്ന ഖുറാനൊന്നും പഠിച്ചതിനെ കൊണ്ടോ, അല്ലെങ്കിൽ ഹദീസുകൾ വായിച്ചതിനെ കൊണ്ടോ, ചരിത്രങ്ങൾ വായിച്ചതിനെ കൊണ്ടൊന്നും യാതൊരു തരത്തിലുള്ള കാര്യവും ഇല്ല. ഞാൻ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും എന്താണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഞാൻ എന്നെ വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കണം. എൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ട്, എൻ്റെ കർമ്മങ്ങളെ പറ്റിയിട്ട്, അതിപ്പോൾ ഞാനൊന്ന് ചിരിക്കുന്നതാവട്ടെ, ഞാനൊരാളോട് പെരുമാറുന്നതാവട്ടെ, ഒരാളോട് വർത്തമാനങ്ങൾ പറയുന്നതാവട്ടെ, എൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ,
എൻ്റെ ചിലവും എൻ്റെ വരുമാനവും ആവട്ടെ, അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും എന്താണ്, എൻ്റെ ഭക്ഷണത്തെക്കുറിച്ചിട്ടാവട്ടെ, ഞാനിങ്ങനെ നിരന്തരം എന്നോട് ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, ഞാൻ എന്നെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് എനിക്കിപ്പോൾ നമ്മുടെ സമയത്തെക്കുറിച്ചിട്ട് നമ്മളെ ഒന്ന് ചോദ്യം ചെയ്ത് നോക്കിയാട്ടെ. അപ്പോഴേ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നമ്മൾ എത്രമാത്രം സമയമാണ് അതിൻ്റെ മുന്നിൽ കളഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുള്ളൂ. നമ്മളെ വിചാരണ ചെയ്യുമ്പോഴേ നമുക്കതിൽ നിന്ന് മാറ്റങ്ങൾ വരുള്ളൂ. ഇല്ലെങ്കിൽ എന്തായിപ്പോവും, നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാറില്ലേ, സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത്, എത്ര പെട്ടെന്നാ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറയാറില്ലേ. അങ്ങനെ പറയാനുള്ള കാരണം തന്നെ നമ്മളിപ്പോൾ എന്താകുന്നില്ല, ഈ സമയത്തെക്കുറിച്ചിട്ട് നമ്മൾ ഒരിക്കലും ബോധവാന്മാരാവുന്നില്ല. നമ്മൾ ഏറിയ പങ്കും നമ്മുടെ സമയം നമ്മൾ ചിലവാക്കുന്നത് ഈ പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ മുന്നിലാണ്. അപ്പോൾ അത് നമ്മൾ അറിയുന്നില്ല, നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമയം എന്താണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ കുറഞ്ഞ ആയുസ്സുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആയുസ് കൂടിയതിൻ്റെ ഫലം ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായ വരികൾ എനിക്ക് ഓർമ്മയിലില്ല. അതായത് 2 രീതിയിലാണ് അതിനെ പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം ജീവിച്ചിരുന്നിട്ടുണ്ട്, പക്ഷെ കർമ്മങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഒന്നുമില്ല, പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ 100 വർഷം അല്ലെങ്കിൽ 110 വർഷം ജീവിച്ചു എന്നതിനെ കൊണ്ട് എന്തില്ല, കാര്യമൊന്നുമില്ല. എന്നാൽ മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ആയുസേ ഉണ്ടാവുള്ളൂ, പക്ഷെ കർമ്മങ്ങൾ കൊണ്ടെന്തായിരിക്കും, സംഭവ ബഹുലമായിരിക്കും. ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നെ കുറിച്ച് അറിയില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ചോദിക്കുകയാണല്ലോ, ഇന്ന് നോമ്പെടുത്തവൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈവന്തിക്കുക. ഇന്ന് ഒരാൾക്ക് ഭക്ഷണം കൊടുത്തവൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈവന്തിക്കുന്നത്. ഇന്ന് ജനാസയെ അനുഗമിച്ചവൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് കൈവന്തിക്കുന്നത്. അപ്പോൾ സ്വർഗം വാഗ്ദാനം ചെയ്യാണ്. അതായത് സംഭവ ബഹുലമാണ് ഒരു ദിവസം എന്ന് പറയുന്നത് സംഭവം. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ കർമ്മങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ദിവസവും നമുക്ക് സംഭവ ബഹുലമാവുന്നത് അല്ലെങ്കിൽ ധന്യമാവുന്നത്. മറ്റേതെന്താവും, നമുക്ക് നമ്മുടെ സമയം എങ്ങോട്ടാ പോയെന്ന് തിരിയൂല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് എൻ്റെ എത്ര എത്ര പെട്ടെന്നാ ദിവസം കഴിയുന്നത്, എത്ര പെട്ടെന്നാ ആഴ്ച കഴിയുന്നത്, അയ്യോ ഇന്നലെ അല്ലേ ഒരാഴ്ച മുമ്പുള്ള വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു പറയുമ്പോഴും അല്ലേ, അങ്ങനെ പറയാറില്ലേ, അയ്യോ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് എന്ന് പറയും. അങ്ങനെ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമുക്കങ്ങനെ തോന്നുന്നത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾക്ക് കർമ്മങ്ങളില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ചെറിയ ആയുസ്സിൽ തന്നെ കുറേ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിനെ ധന്യമാക്കിയ ആളുകളെ, അതാണ് എന്ത് ശരിയായ ആയുസ്സിൻ്റെ ദൈർഘ്യം എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ നമ്മളിലേക്ക് നോക്കുക, നമ്മുടെ ആത്മവിചാരണ നടത്തുക, ഇഹ്തിസാബ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അതിന് ഈ റമദാൻ എന്താക്കുക, നമ്മളൊരു തുടക്കം കുറിക്കുക. ഞാൻ എന്നോടും കൂടിയാണ് പറയുന്നത്, ഇൻഷാ അല്ലാഹ് പരസ്പരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇതുപോലെ മിഡിൽ ഈസ്റ്റിലൊക്കെ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു യുദ്ധഭീതിയൊക്കെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മളിതുപോലെയുള്ള വാർത്തകളിലും ന്യൂസുകളിലും കുടുങ്ങിയിട്ട് നമ്മുടെ റമദാൻ മാസമാണ് എന്ന് മറന്നു പോകുന്ന രീതിയിലേക്ക് അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു പ്രവണത കൂടി ഉണ്ട്. ഓരോ ആളും അവരവരിലേക്ക് നോക്കുക. നമുക്ക് റമദാൻ എന്ന് പറയുന്നത് അതങ്ങ് കഴിഞ്ഞു പോയാൽ പിന്നെ അതൊരു കഴിയലാണ്. പിന്നെ നമുക്ക് അത് കിട്ടണമെങ്കിൽ ഇനി ഒരു വർഷം കഴിയണം. അപ്പോൾ നമ്മൾ ഉണ്ടാവുമോ എന്ന് പോലും നമുക്ക് അറിയില്ല, ഉറപ്പില്ല. അപ്പോൾ നമ്മൾ എന്താക്കണം, അങ്ങനെയുള്ള യാതൊരു പിശാചിൻ്റെ പ്രലോഭനങ്ങളിലും പിശാചിൻ്റെ വർത്തമാനങ്ങളിലും നമ്മൾ പിടികൊടുക്കാതെ നമ്മുടെ സമയത്തെ നമ്മൾ അങ്ങേയറ്റം നമ്മൾ ഉപയോഗപ്രദമാക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളെ ഏറ്റവും ഫലപ്രദമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.